നാരദന്റെ പൂർവജന്മം. അവർ കുറച്ചുനേരം മൗനമായിരുന്നു. സരസ്വതീ നദിയുടെ ഓളങ്ങളുടെ താളവും നാരദ മഹർഷി ഇടവിടാതെ വീണമീട്ടുമ്പോഴുണ്ടായിരുന്ന അത്യാകർഷകമായ താനധ്വനിയും മാത്രമാണ് അവിടുത്തെ നിശബ്ദതയെ ഭഞ്ജിച്ചിരുന്നത്. പെട്ടെന്ന് നാരദൻ ഒന്ന് ചിരിച്ച് വ്യാസനോട് പറഞ്ഞു, ശ്രീനാരായണന്റെ പ്രസാദം കൊണ്ട് ഞാൻ എങ്ങനെ കർമ്മബന്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് അറിയാൻ അങ്ങയ്ക്ക് ആഗ്രഹമുണ്ടാകാം. എൻ്റെ മുൻജന്മത്തെപ്പറ്റി അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവില്ല. വ്യാസന്റെ മുഖത്ത് ഒരു അത്ഭുതം നിഴലിച്ചതായി തോന്നി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മുജ്ജന്മമോ? പക്ഷേ സ്നേഹിത, അങ്ങ് ബ്രഹ്മപുത്രനല്ലേ? അങ്ങേക്കെങ്ങനെ മുജ്ജന്മമുണ്ടാകും? ഞാൻ ജിജ്ഞാസുവായിരിക്കുന്നു. അതിനെപ്പറ്റി സവിസ്തരം എന്നോട് പറയൂ. ഞാൻ കഴിഞ്ഞ കൽപ്പകാലത്തെ പറ്റിയാണ് പറയുന്നത്. നാരദൻ പൂർവ്വസ്മരണയോടെ പറഞ്ഞു. ഋഷ്യാശ്രമങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരു ശൂദ്ര സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ഏകപുത്രനായിരുന്നു ഞാൻ. ഒരിക്കൽ മഴക്കാലത്ത് കുറെ മഹർഷിമാർ എൻ്റെ അമ്മ താമസിച്ചിരുന്ന ആശ്രമത്തിൽ വന്നു ചേർന്നു. ചാതുർമാസം കഴിയുന്നതുവരെ അവിടെ താമസിക്കാനാണ് അവർ വന്നത്. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ അമ്മ എന്നെ നിയോഗിച്ചു. ഞാനവരെ രാപ്പകൽ ശുശ്രൂഷിച്ചു. ഞാനൊരു വിചിത്ര സ്വഭാവിയായിരുന്നു. ബാല്യസഹജമായ കളികളിൽ ഉത്സാഹിയല്ലായിരുന്നു. എപ്പോഴും മൗനിയും ആവശ്യത്തിൽ കവിഞ്ഞ് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവനുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഋഷിമാർക്കൊക്കെ എന്നെ വളരെ ഇഷ്ടമായി. എൻ്റെ പേരിൽ ദയ തോന്നിയിട്ട് അവരെന്നെ ഒരുമിച്ച് താമസിക്കാൻ അനുവദിച്ചു. ഒരിക്കൽ ഋഷിമാർ ഭക്ഷിച്ച പാത്രങ്ങൾ കഴുകുമ്പോൾ അതിലുണ്ടായിരുന്ന ഉച്ഛിഷ്ടം ഞാൻ ഭക്ഷിച്ചു. ഭഗവത് ഭക്തന്മാരുടെ മഹിമ എന്നല്ലേ പറയേണ്ടു. എൻ്റെ മനസ്സ് പരിശുദ്ധമായി തീർന്നു. എൻ്റെ പാപമെല്ലാം നശിച്ചു. ഈ മഹർഷിമാർ എപ്പോഴും ശ്രീനാരായണ സ്തോത്രങ്ങൾ പാടുകയും കഥകൾ പറഞ്ഞ് രസിച്ച് അതിൽ നിമഗ്നരാവുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എനിക്കും ശ്രീനാരായണനിൽ പ്രേമമുണ്ടായി. രാവും പകലും അദ്ദേഹത്തിൻ്റെ ചിന്ത മാത്രമായി എനിക്ക്. ഇടവിടാതെ ഹരിനാമകീർത്തനം കേട്ടുകൊണ്ടിരുന്നതിനാൽ എൻ്റെ മനസ്സിലെ രജസ്തമോ ഗുണങ്ങൾ തീരെ നശിക്കുകയും അങ്ങനെ ഞാൻ ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ഉണർന്ന് അത് മറ്റെന്തോ ആണെന്ന് എനിക്ക് ബോധ്യം വരികയും ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോൾ ഋഷിമാർ യാത്രയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. യാത്രയ്ക്കൊരുങ്ങി നിന്ന ഋഷിമാർ ഇരു കണ്ണുകളിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് നിന്ന എന്നെ നോക്കി ഞാനൊരു ഉത്തമ ശിഷ്യനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം പരമസത്യം ഗ്രഹിക്കാനുള്ള തത്വരഹസ്യം എനിക്ക് ഉപദേശിച്ചു. ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നെയും മായാബന്ധത്തിൽ പെടുത്തുകയേ ഉള്ളൂ. എന്നാലോ അതേ കർമ്മങ്ങൾ ആഗ്രഹമില്ലാതെ നിഷ്കാമമായി ചെയ്യുന്ന പക്ഷം എളുപ്പം മായാബന്ധത്തിൽ നിന്നും മുക്തി നേടിത്തരുന്നു. എല്ലാം ബ്രഹ്മാർപ്പണമായി ചെയ്യുന്ന പക്ഷം ഒരുവന് സർവ്വദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധിക്കുമെന്ന് അവരെന്നെ പഠിപ്പിച്ചു. ഭക്തിമാർഗത്താൽ സ്വായത്തമാക്കുന്ന ബ്രഹ്മജ്ഞാനം ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാനുള്ള കഴിവുണ്ടാക്കാൻ സഹായിക്കും. ബന്ധമാകുന്ന ചുറ്റുപാടിൽ നിന്നും മുക്തി നേടി ജീവാത്മാവ് വളരെ വേഗത്തിൽ പരമാത്മാവായി ഏകത്വം പ്രാപിക്കും. ഇതാണ് അവരെന്നെ പഠിപ്പിച്ചത്. അത്ഭുതമെന്നല്ലേ പറയണ്ടു. അവരുപദേശിച്ച വഴി വളരെ എളുപ്പമായിരുന്നു. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം മൂലം മനുഷ്യർ സ്വാഭാവികമായി ഏതു സമയവും ഈശ്വരചിന്തയുള്ളവരായിത്തീരുന്നു. സർവേശ്വര, അങ്ങേക്ക് നമസ്കാരം. വാസുദേവനെന്നും പ്രദ്യുപ്നെന്നും അനിരുദ്ധനെന്നും സംഘർഷനെന്നും പേരുകളിൽ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു എന്നു പറഞ്ഞ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന പക്ഷം കർമ്മബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കും. ഋഷിമാർ എന്നെ പഠിപ്പിച്ച മഹത്തായ തത്വം ഇതായിരുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് സത്യം ഒന്നേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം മിഥ്യയാണെന്നുമുള്ള ദൃഢവിശ്വാസം എന്നിലുണ്ടായി.